ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുവിന് നിങ്ങളെക്കുറിച്ച് ഒരു വലിയ പദ്ധതിയുണ്ട്. നിങ്ങൾ ഏത് അവസ്ഥയിലുള്ള വ്യക്തിയാണ് എങ്കിലും അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നതുപോലെ, അവിടുന്ന് ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് നിങ്ങളുടെ നാശത്തിനല്ല, നിങ്ങളുടെ ഉപരി നന്മയ്ക്കു വേണ്ടിയാണ്. ജെറമ്യാ പ്രവാചകനെ വിളിച്ച കർത്താവിൻ്റെ മുൻപിൽ പ്രവാചകൻ പറഞ്ഞു, കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ പാഠവുമില്ല. എന്നാൽ കർത്താവ് അരുളി ചെയ്തു, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകുക, ഞാൻ കൽപ്പിക്കുന്നത് മാത്രം നീ സംസാരിക്കുക. ഇവിടെയാണ് നാം കർത്താവായ ദൈവത്തിൻ്റെ പദ്ധതി നമ്മിൽ നടത്തപ്പെടും. അത് ഏത് സ്ഥലമാണെങ്കിലും, ഏത് നിവാസിയാണെങ്കിലും, ഏത് വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നിങ്ങളെങ്കിലും, കർത്താവായ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ. അതിനാൽ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ, നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ വചനം, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക, കർത്താവിൻ്റെ ആഗ്രഹം നിറവേറ്റുക. എങ്കിൽ നിങ്ങൾ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല. ആർക്കും നിങ്ങളെ തൊടാൻ സാധിക്കുകയില്ല. ദൈവം നിങ്ങളുടെ പക്ഷത്താണെങ്കിൽ ഈ ലോകം മുഴുവനും നിങ്ങൾക്കെതിരെ നിന്നാലും അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങൾക്കെതിരെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്തെന്നാൽ ശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളാണ് നിങ്ങളെ താങ്ങി നടത്തുന്നത്. അവിടുന്നാണ് നിങ്ങളെ പരിപാലിക്കുന്നത്. അവിടുന്നാണ് നിങ്ങളുടെ രക്ഷകൻ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ ഇന്ന് നീ ഭയപ്പെടുന്നവരുടെ മുൻപിൽ തന്നെ കർത്താവ് നിന്നെ ഉയർത്തിയിരിക്കും. രക്ഷകനായ ദൈവത്തിൻ്റെ രക്ഷ ഇന്ന് നീ കാണാൻ അവിടുന്ന് ഇടയാക്കും. വിശ്വാസത്തോടെ ഇന്ന് നിന്റെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് കർത്താവായ ദൈവം നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടത്താൻ ആഗ്രഹിക്കുന്നു. നീ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി അനുഗ്രഹങ്ങൾ നിന്നെ തേടി വരുന്ന ദിവസമാണ്. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണ് ഇത് പറയുന്നത്. അനന്തരം കർത്താവ് കൈ നീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ച് തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ,
ഒരു പുതിയ ദിവസം കൂടി കാണാൻ ഞങ്ങളുടെ ആയുസ്സിനെ നീട്ടിത്തന്ന ദൈവമേ, അങ്ങയുടെ മഹാകരുണയെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ സുഖനിദ്ര നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഇന്ന് എന്നെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ബുദ്ധിയെയും എൻ്റെ ജ്ഞാനത്തെയും എൻ്റെ അറിവിനെയും എനിക്കുള്ളതും ഇല്ലാത്തതും എനിക്കാവശ്യമായതും എല്ലാം കർത്താവേ നീ അറിയുന്നുണ്ടല്ലോ. എൻ്റെ ദൈവമായ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞാൻ എന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ കഴിവില്ലായ്മയെ സമർപ്പിക്കുന്നു, എൻ്റെ അറിവില്ലായ്മയെ സമർപ്പിക്കുന്നു, എൻ്റെ കുറവുകളെ സമർപ്പിക്കുന്നു, എൻ്റെ ബലഹീനതകളെ സമർപ്പിക്കുന്നു, എൻ്റെ സ്വപ്നങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാം എന്നെ തന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം നീ എൻ്റെ ഹൃദയത്തെ പരിശോധിച്ചറിഞ്ഞ് എനിക്കാവശ്യമായ വിശുദ്ധിയും നിഷ്കളങ്കതയും നൽകി എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ ശരീരത്തെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ മനസ്സിനെ വിശുദ്ധീകരിക്കണമേ. ഈശോയെ, നിന്റെ തിരുരക്തത്താൽ എന്നെ പൂർണ്ണമായും വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ കൽപ്പന പ്രകാരം അനുസരിക്കുന്നതിന് എനിക്ക് കൃപ തരണമേ. സംസാരിക്കാൻ കർത്താവേ, എൻ്റെ നാവിനെ നീ തൊടണമേ. നീ ആഗ്രഹിക്കുന്നത് മാത്രം സംസാരിക്കാൻ, നീ ആഗ്രഹിക്കുന്നത് പോലെ സംസാരിക്കാൻ എൻ്റെ നാവിനെ നീ സ്പർശിക്കണമേ. എൻ്റെ സംസാരത്തിനുള്ള കെട്ടുകളെ എടുത്തു മാറ്റണമേ. ഞാൻ പോകുന്ന കാര്യങ്ങളിൽ വിജയിക്കുന്നതിന് വേണ്ടി എനിക്ക് സംസാര പാഠവം നൽകി ഇന്നത്തെ ദിവസം രക്ഷകനായ ദൈവമേ, നീ എന്നെ വിജയത്തിലേക്ക് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത ഈശോനാഥ, ഇന്നത്തെ ദിവസം എല്ലാ ഭയങ്ങളെയും അതിജീവിച്ച്, പ്രത്യേകിച്ച് ഞാൻ ഭയപ്പെടുന്ന വ്യക്തികളുടെ മുൻപിൽ, ഞാൻ അവഗണിക്കപ്പെട്ട വ്യക്തികളുടെ മുൻപിൽ, എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ മുൻപിൽ, ശത്രുവിൻ്റെ മുൻപിൽ, ദൈവമേ, അവിടെ നിന്ന് എന്നെ ഉയർത്തി അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ, നിന്റെ നാമത്തിൻ്റെ ശ്രേഷ്ഠതയാൽ, നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ കർത്താവായ യേശുവേ, എന്നെ വിശുദ്ധീകരിച്ച് എന്നെ നീ പടുത്തുയർത്തണമേ. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി ഇന്ന് മാറ്റണമേ. എൻ്റെ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധാലുവായ ദൈവമേ, ഞാൻ പോകുന്ന കാര്യങ്ങളിലെല്ലാം നീ എനിക്ക് വിജയം നൽകി, മഹത്വം നൽകി, സംരക്ഷണം നൽകി എപ്പോഴും എൻ്റെ കൂടെ ആയിരിക്കണമേ. നന്മ തിന്മകളെ വേർതിരിച്ചറിയാനുള്ള ശക്തി തരണമേ. തിന്മയെ പാടെ ഉപേക്ഷിക്കാനും നന്മയെ പുൽകാനും കർത്താവേ, ഇന്നെനിക്ക് കൃപ തരണമേ. സത്യത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കാൻ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇന്നെന്നിൽ നിക്ഷേപിക്കണമേ. വചനവും ആദിയും അന്ത്യവുമായ ഈശോയെ, ആൽഫയും ഒമേഗയുമായ ഈശോയെ, ജീവനും സത്യവും പുനരുത്ഥാനവുമായ ഈശോയെ, ഇന്ന് എൻ്റെ വഴിയിൽ നീ വന്ന് എന്നെ സഹായിക്കണമേ. എൻ്റെ എല്ലാ സംശയങ്ങളെയും ഭയത്തെയും നീക്കം ചെയ്ത് ഇന്നത്തെ ദിവസം എനിക്ക് ഉയർച്ച നൽകി, ബഹുമതി നൽകി, നിന്നിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കുവാൻ, എന്നെ തന്നെ നിന്റെ സന്നദ്ധിയിൽ എളിമപ്പെടുത്തുവാൻ എളിമയുടെ ഹൃദയം നൽകി എന്നെ നീ വിശുദ്ധീകരിക്കണമേ, എന്നെ നീ ഉയർത്തണമേ. കർത്താവേ, എന്നെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ എന്നെ നീ ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്നെന്നെ നീ ഉയർത്തി അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും
നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പരിശുദ്ധ മാതാവേ, നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഈ പ്രാർത്ഥന ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാ മക്കളുടെ മേലും കനിവ് തോന്നി അവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് നിന്നെ അവഗണിച്ചവരുടെ മുൻപിൽ, നിന്നെ പരിഹസിച്ചവരുടെ മുൻപിൽ നിന്റെ തല ഉയർത്തിപ്പിടിച്ച് നിന്നെ നടത്തുന്ന ദിവസമാണ്. ഇന്ന് നിന്റെ വഴികളിൽ പരിപൂർണ സംരക്ഷണവും ശക്തിയും പ്രദാനം ചെയ്ത് നിന്നെ അവിടുന്ന് നയിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.